എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. തിരഞ്ഞെടുത്ത 15 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, അവന് വിനാശമെന്നും സമയം തെറ്റി വരുന്നവനെന്നും പേർ പറവീൻ. ആർക്ക്? ഉത്തരം, മിസ്രയീം രാജാവായ ഫറവോന്. ഇരമ്യാവ് 46 അധ്യായം 17 വാക്യം. ചോദ്യം 2, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് അബ്രഹാമിനോട് പറഞ്ഞതാര്? ഉത്തരം, സോദോം രാജാവ്. ഉൽപ്പത്തി 14:21. ചോദ്യം 3, പൗലോസിനെ പലപ്പോഴും തണുപ്പിച്ച വ്യക്തി ആര്? ഉത്തരം, ഒനേസിഫോരോസ്. 2 തിമോത്തിയോസ് 1 അധ്യായം 16 വാക്യം. ചോദ്യം 4, സേയീർ പർവ്വതം അവകാശമായി ലഭിച്ചതാർക്ക്? ഉത്തരം, ഏശാവിന്. യോശുവ 24:4 വാക്യം. ചോദ്യം 5, അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു, സഹോദരന്മാരെ ആദരിച്ചില്ല. ആർ? ഉത്തരം, ലേവി. ആവർത്തന പുസ്തകം 33:9 വാക്യം. ചോദ്യം 6, തെക്കോവയിലെ ഇടയന്മാരിൽ ഒരുത്തനായ പ്രവാചകൻ ആര്? ഉത്തരം, ആമോസ്. ആമോസ് 1:1. ചോദ്യം 7, എല്ലാ ഇസ്രായേലിലും സൗന്ദര്യം കൊണ്ട് ശ്ലാഘ്യനായിരുന്ന വ്യക്തി ആര്? ഉത്തരം, അബ്ശാലോം. 2 ശമൂവേൽ 14:25. ചോദ്യം 8, ജീവപര്യന്തം കുഷ്ഠരോഗിയായിരുന്ന രാജാവാര്? ഉത്തരം, ഉസിയാവ്. 2 ദിനവൃത്താന്തം 26:21 വാക്യം. ചോദ്യം 9, മോശ ഉണ്ടാക്കിയ താമ്രസർപ്പത്തിന്റെ പേരെന്ത്? ഉത്തരം, നെഹുഷ്ടാൻ. 2 രാജാക്കന്മാർ 18:4. ചോദ്യം 10, താൻ ധരിച്ചിരുന്ന അങ്കി 12 ഖണ്ഡമായി കീറിയ പ്രവാചകനാര്? ഉത്തരം, അഹിയ പ്രവാചകൻ. 1 രാജാക്കന്മാർ 11:29-30 വാക്യങ്ങൾ. ചോദ്യം 11, മോശയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രി ആര്? ഉത്തരം, എസ്ര. എസ്ര 7:6 വാക്യം. ചോദ്യം 12, പ്രവചിച്ചുകൊണ്ട് രാപ്പകൽ മുഴുവനും നഗ്നനായി കിടന്ന വ്യക്തി ആര്? ഉത്തരം, ശൗൽ രാജാവ്. 1 ശമൂവേൽ 19:21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 13, റോമാലേഖനം പൗലോസിനു വേണ്ടി എഴുതിയതാര്? ഉത്തരം, തെർത്തോസ്. റോമർ 16:22 വാക്യം. ചോദ്യം 14, നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായ വ്യക്തി ആര്? ഉത്തരം, കൊർന്നെല്യോസ്. അപ്പോസ്തലപ്രവൃത്തികൾ 10:22 വാക്യം. ചോദ്യം 15, മിസ്രയീം ദേശത്ത് വെച്ച് ലേവിക്ക് ജനിച്ച മകൾ ആര്? ഉത്തരം, യോക്കെബേദ്. സംഖ്യാപുസ്തകം 26:59 വാക്യം. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി മറ്റുള്ളവരിലും എത്തിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.